നമ്പേഴ്സിൽ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിൽ വളരെയധികം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ, നമ്പേഴ്സ് ഏതൊക്കെ തരുമെന്ന് മനസ്സിലാക്കി. ഇനി ഈ നമ്പേഴ്സിനെയൊക്കെ വായിക്കാൻ പറ്റുന്നത്, അത് കോമ്പോസിറ്റും പ്രായവും നമ്മൾ കണ്ടിരുന്നു. ആ വായിക്കാൻ പറ്റുന്ന നിശേഷഹരണത്തിൻ്റെ നമുക്ക് കുറച്ച് അടിസ്ഥാനങ്ങൾ നോക്കാം. ഡിവിസിബിലിറ്റി റൂൾസ് ഒരുവിധം എല്ലാ എക്സാംസിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്കറിയാമല്ലേ, ഒന്നിൻ്റെ എല്ലാവർക്കും അറിയാം. ഏത് സംഖ്യയും നമുക്ക് ഒന്നുകൂടി ഹരിക്കാൻ പറ്റും. ഇനി നമ്മൾ 2 മുതൽ 11 വരെയുള്ളതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ആദ്യമേ അതിൽ 2ഉം 4ഉം 8ഉം നമ്മളൊന്ന് ചേർത്ത് കാണാൻ പോവാം. എന്തുകൊണ്ടാണെന്ന് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുന്നുണ്ടാവും. കാരണം അവിടെയൊക്കെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു രീതിയുണ്ട്. ഇപ്പോൾ 2നെ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, നമുക്ക് എല്ലാ ഇരട്ട സംഖ്യകളും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ ഇവൺ നമ്പേഴ്സും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നിശേഷം ഹരിക്കാൻ പറ്റും. അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമുക്കൊരു സംഖ്യ വന്നിട്ട് അതിൻ്റെ അവസാന അക്കം, ലാസ്റ്റ് ഡിജിറ്റ്, അവസാന അക്കം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ ഗുണിതമാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8, ഇതിലേതെങ്കിലും ഒന്നാൽ അവസാനത്തെ അക്കത്തിൽ ഇതിലേതെങ്കിലുമാണ്, അല്ലെങ്കിൽ 0 ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഉദാഹരണം എടുക്കാനാണെങ്കിൽ ഒത്തിരി നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ 0 അവസാനിക്കുകയാണെങ്കിൽ 30 അവസാനം 0ആണ്. ഇനി 282, 5, 6, 4, 8 ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 അവസാനിക്കുന്നു, ഇവിടെ 2 അവസാനിക്കുന്നു, ഇവിടെ 8 അവസാനിക്കുന്നു. 0 അവസാനിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അവസാനത്തെയൊക്കെ 8 ആണെങ്കിൽ അതും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സംഖ്യയൊക്കെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 2ൻ്റെ ഇത്രയേ ഉള്ളൂ, അവസാന അക്കം 0 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ. ഇനി നമ്മൾ 4ലേക്ക് വരുമ്പോൾ 4 നമുക്ക് 2 × 2 ആണെന്നറിയാം അല്ലേ, 2². അപ്പോൾ ഇവിടെ നമ്മൾ അവസാന 2 അക്കം എടുക്കും, അവസാന 2 അക്കം. അപ്പോൾ അവസാന 2 അക്കം നമ്മൾ നോക്കുമ്പോൾ ഒന്നെങ്കിൽ 2ഉം 0 ആയിരിക്കണം, അല്ലെങ്കിൽ 2ഉം 0, 2 0 അവസാനം വരണം. അല്ലെങ്കിൽ ആ അവസാന 2 അക്കം 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അവസാന 2 അക്കം നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ എന്ത് പറയാൻ പറ്റും? ആ സംഖ്യ പൂർണ്ണമായി നിശേഷം നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ അവസാനം ഒന്നെങ്കിൽ 2 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഉദാഹരണം എഴുതിയാൽ ഇപ്പോൾ 100 നമുക്ക് എല്ലാവർക്കും അറിയാം, 100 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, അവസാനം 2 0. വേറൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 384. ഇവിടെ നോക്കേണ്ടത് 84 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ. 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ ഈ 384 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 84 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഒരു ഗുണിതമാണ്. 84 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സംഖ്യ നമുക്ക് ഹരിക്കാൻ പറ്റും. ഇനി വലിയ സംഖ്യയാണെങ്കിൽ 2, 8, 5, 6, 4. ഇവിടെ നോക്കിയാൽ അവസാനത്തെ 2 അക്കം എന്ന് പറഞ്ഞാൽ 64. ഈ 64നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ ഈ ഒരു വലിയ സംഖ്യയെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പം 4ൻ്റെ റൂൾ ഇത്രയേ ഉള്ളൂ. അവസാന 2 അക്കമാണ് നോക്കേണ്ടത്. അവസാന 2 അക്കം അല്ലെങ്കിൽ 2ഉം 0 ആയിരിക്കണം, അല്ലെങ്കിൽ ആ അവസാന 2 അക്കം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ 8ൻ്റെ എങ്ങനെയായിരിക്കും? 2ൻ്റെ കണ്ടു, 4ൻ്റെ കണ്ടു. 2ൻ്റെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരക്കം എടുത്താൽ മതി. 4ൻ്റെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 അക്കം. അപ്പോൾ 8ൻ്റെ അവസാനത്തെ 3 അക്കം. അവസാനത്തെ 3 അക്കം ഒന്നെങ്കിൽ 3ഉം 0 ആയിരിക്കണം, അല്ലെങ്കിൽ അത് 3ഉം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇവിടെ പറയുന്ന അവസാന 3 അക്കമാണ്. അവസാന 3 അക്കങ്ങൾ അതെന്തായിരിക്കണം? ഒന്നെങ്കിൽ എല്ലാം 0 ആയിരിക്കണം, അത് 3 0 അവസാനം വരണം. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ അവസാന 3 അക്കം നമുക്ക്
അവസാന 3 അക്കം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ, അവസാന 3 അക്കം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? നമുക്ക് ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാം എന്ന് പറയാം. ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാം എന്ന് പറയാൻ പറ്റും. ഉദാഹരണം എടുക്കുവാണെങ്കിൽ അവസാനം 3 പൂജ്യം വരണം. 1000 എടുക്കാം, അവസാനം 3 പൂജ്യമാണ്. ഇനി മറ്റൊരു സംഖ്യ എടുക്കുകയാണെങ്കിൽ, അവസാനം 3 അക്കം നോക്കേണ്ട സംഖ്യ എടുക്കുകയാണെങ്കിൽ 2 6 8 2 4 എടുക്കാം. 824 എന്ന് പറഞ്ഞ സംഖ്യ, 824 എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ സംഖ്യ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 824 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരു വട്ടം പോവും 8, ശിഷ്ടമൊന്നുമില്ല. അടുത്ത് 2 ഇറക്കി എഴുതിയപ്പം 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഒരു 0 മുകളിലിട്ടു, 4 ഇറക്കി എഴുതി, 3 വട്ടം പോവും, 24 0. അപ്പം 824 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സംഖ്യ മുഴുവൻ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫുൾ സംഖ്യ എടുത്തിട്ട് 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പറ്റുന്നുണ്ടോ പോകുന്നുണ്ടോ നോക്കാം. 26,824 ഡിവൈഡ് ബൈ 8. 26 എടുത്തു, 3 വട്ടം പോയി, 24, ശിഷ്ടം 2 ഉണ്ട്, 28, 8 ഇറക്കി എഴുതി, വീണ്ടും 3 വട്ടം പോയി, 24, ശിഷ്ടം 4, 2 ഇറക്കി എഴുതി, 5 വട്ടം പോവും, 40, 2, 24, 3 വട്ടം പോവും, 24, ശിഷ്ടമൊന്നും വരത്തില്ല. നിശേഷം മരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ 3 അക്കം മാത്രം എടുത്താൽ മതി. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനത്തെ 3 അക്കം എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇപ്പം കണ്ടത് നമ്മൾ 2ൻ്റെ പവേഴ്സിൽ വരുന്ന സംഖ്യകളാണ്. 2, 4, 8. 2 power 1 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. 2 power 3 ആണ്. അപ്പോൾ 2ൻ്റെ ഒന്നുകൂടി പറയാം. അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 2ൻ്റെ ഗുണിതം. അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 2ൻ്റെ ഗുണിതം ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4 ആണെങ്കിൽ അവസാന 2 അക്കം എടുക്കേണ്ട. അവസാന 2 അക്കം 2ഉം 0 0, 2ഉം 0 ആയിരിക്കണം. അല്ലെങ്കിൽ ആ 2 അക്കങ്ങളും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഈ 4 കൊണ്ട് ആ സംഖ്യ നിശേഷം ഹരിക്കാൻ പറ്റും. 8നോ അവസാനത്തെ 3 അക്കം സീറോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവസാന 3 അക്കം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ സംഖ്യ പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമിൽ സാധാരണ 2ഉം 4ഉം 8ഉം ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇനി അഥവാ 16 ചോദിച്ചു നിൽക്കട്ടെ. 16 നമുക്ക് 2 power 4 ആണെന്നറിയാം അല്ലേ. 16 എന്ന് പറഞ്ഞാൽ 2 power 4 ആണെന്നറിയാം. അതായത് 2 4 വട്ടം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. ശരിയല്ലേ? 2 into 2 into 2 into 2, 2 into 4 into 8 into 16. അപ്പോൾ ഇത് 2 power 4 ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവസാന 4 അക്കം ഒന്നെങ്കിൽ 0 ആയിരിക്കണം. അവസാന 4 അക്കം 0 ആയിരിക്കണം. അവസാന 4 അക്കം 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ 4 0 അവസാനം വന്നു കഴിഞ്ഞാൽ 16 കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ഈ അവസാന 4 അക്കങ്ങൾ നമുക്ക് 16 കൊണ്ട് ഹരിക്കാൻ പറ്റിയാലും മതി. 16 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ പൂർണ്ണമായിട്ടും 16 കൊണ്ട് ഹരിക്കാൻ പറ്റും. 16 2 power 4 ആണ്. അത് അവസാനത്തെ 4 അക്കം എടുത്ത് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ എല്ലാം 0 ആയിരിക്കണം, അല്ലെങ്കിൽ 16 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം അവസാനത്തെ 4 അക്കം. അപ്പോൾ 1 2 3 4 0 വന്നു. അതുകൊണ്ട് നമുക്ക് ഇത് ഹരിക്കാൻ പറ്റും. ഇനി വേറൊരു സംഖ്യ നോക്കിയാൽ 28 26 64 ഇങ്ങനൊരു സംഖ്യ എടുത്താൽ ഇത് ഈ അവസാനത്തെ 4 അക്കങ്ങൾ എടുക്കുക. 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ നോക്കുക. ഇത് 16 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സംഖ്യ ഹരിക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ 2ൻ്റെ പവേഴ്സിൽ വരുന്ന സംഖ്യകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കേണ്ട അവസാന അക്കങ്ങൾ എടുക്കേണ്ടത്. അത് എത്രയാണെന്നറിയാൻ ആ പവർ നോക്കിയാൽ മതി. ഇനി അടുത്ത 32 വരുന്ന 32 ആണെങ്കിൽ അവസാനം 5 അക്കം എടുക്കും. പിന്നെ 64 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബേസിക്കലി 2ഉം 4ഉം 8ഉം ശരിക്കും അറിഞ്ഞു വെക്കുക, മനസ്സിലാക്കി വെക്കുക. നോട്ട്സ് വേണ്ടവർ അതിനെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം ക്രാഷ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി സ്പീഡിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് നോട്ട്സ് ഒന്ന് നോക്കി നേരത്തെ അറിയാവുന്നവർ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി, റിഫ്രഷ് ആക്കിയാൽ മതി. അടുത്തതിൽ നമ്മൾ ബാക്കി ഡിവിസിബിലിറ്റി കാണുന്നുണ്ടാവും.
അടുത്തായി നമുക്ക് 3ൻ്റെയും 9ൻ്റെയും ഡിവിസിബിലിറ്റി ഒന്ന് മനസ്സിലാക്കാം. 3ൻ്റെയും 9ൻ്റെയും വീണ്ടും നമ്മൾ ചേർന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം 3ൻ്റെ ഡിവിസിബിലിറ്റി പറഞ്ഞേ ഇത്രേ ഉള്ളൂ. സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക, നമ്മുടെ സംഖ്യയിലെ അക്കങ്ങളുടെ തുക. സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. ആ സം ഓഫ് ഡിജിറ്റ്സ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, 3ൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം ഏത് സംഖ്യ എടുത്താലും വലിയ സംഖ്യകൾ തരുവാണെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക, അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 3ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഉദാഹരണം എഴുതിയാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 2816,372 ഞാൻ നമ്പർ എഴുതി. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്കറിയാം. എന്താ ചെക്ക് ചെയ്യേണ്ടത്? സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 2 + 8 10, 10 1 11, 11 6 17, 17 3 20, 7 27, 2 29. എത്ര വന്നു? 29. 29 3ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നമുക്ക് എഴുതി നോക്കാം. 3 6 4 5 7 2 8. ഇത് ഒരു വലിയ സംഖ്യയാണ്. ഇവിടെ നമുക്ക് അക്കങ്ങളുടെ തുക എടുത്തു നോക്കാം. 3 6 കൂട്ടിയാൽ 9 വരും. 9 4 13, 13 5 18, 18 7 25, 25 2 27, 1 28, 8 36. എത്ര വന്നു? 36. 36 എന്ന് പറയുന്നത് നമുക്കറിയാം 3ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. വേണമെങ്കിൽ ഇത് നമുക്ക് കൂട്ടി നോക്കാം. 3 6 9. അപ്പോൾ ഇത് 3ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് എന്താണ് ഇത്? നമുക്ക് ഈ സംഖ്യ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഈ സംഖ്യ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഇങ്ങനെയും കാണാൻ കിട്ടും. ഇത് 9 ആണ്, ഇത് 9 ആണ്. 7 2 9, 8 2 9. സോറി, 8 1 9. അപ്പോൾ ഏതെടുത്താലും 9 തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 3ൻ്റെ ഒരു ഗുണിതം തന്നെ കിട്ടാൻ പോകുന്നത്. അപ്പം ഇത് നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എടുക്കുക. ആ കിട്ടുന്ന തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ 9ൻ്റെ എന്തായിരിക്കും? 9ൻ്റെയും ഇതുപോലെ തന്നെ നമ്മൾ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുന്നു. അക്കങ്ങളുടെ തുക എടുക്കുന്നു. അക്കങ്ങളുടെ തുക കിട്ടുന്നത് 9ൻ്റെ ഗുണിതമാണെങ്കിൽ, 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇതേ എക്സാമ്പിൾ നോക്കിക്കോളുക. ഇവിടെ 29 കിട്ടി. 29 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെടുത്താലോ? ഇത് 36 കിട്ടി. 36 9ൻ്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യ 9 കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടി നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം. 9816342221. 9 + 8 17 + 1 18 + 6 24 + 3 27 + 4 31 + 2 33 + 2 35 + 1 36. അക്കങ്ങളുടെ തുക നമുക്ക് 36 വീണ്ടും കിട്ടും. അതുകൊണ്ട് 36 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമായതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പം 3ൻ്റെ 9ൻ്റെ ഇത്രയേ ഉള്ളൂ. സം ഓഫ് ഡിജിറ്റ്സ് എടുക്കണം. സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. 3ൻ്റെ ചെക്ക് ചെയ്യുന്നെങ്കിൽ അത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ നോക്കുക, അല്ലെങ്കിൽ 3ൻ്റെ ഗുണിതമാണോ നോക്കുക. ആണെങ്കിൽ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി 9ൻ്റെ ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. ആണെങ്കിൽ നമുക്ക് ആ സംഖ്യ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. നിശേഷഹരണത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെയാണ് ആദ്യമേ കാണാൻ പോകുന്നത്. ഇതിലിപ്പോൾ നമ്മൾ 2 4 8 കണ്ടു, 3 9 കണ്ടു. അടുത്തായിട്ട് കാണാൻ പോകുന്നത് 5 10 ആണ്. 5 10 5ൻ്റെ ഗുണന പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും 5ൻ്റെ നിശേഷഹരണം എങ്ങനെയാണ്. 5 10 15 20 25 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അതായത് അവസാനത്തെ അക്കം
എന്തായിരിക്കണം? അവസാന അക്കം ഒന്നെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0. അവസാന അക്കം 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ 5ലോ 0ലോ അവസാനിക്കുന്ന ഏത് സംഖ്യയും നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 0 or 5. 0 or 5. അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഉദാഹരണം എഴുതണമെന്നാണെങ്കിൽ 285 5640 586825. ഏത് സംഖ്യ എഴുതാൻ നോക്കിയാൽ അവസാനം 5 ആണ്, ഇവിടെ അവസാനം 0, അവസാനം 5. 5 അല്ലെങ്കിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 10ൻ്റെയും ഗുണനപ്പട്ടിക എടുത്താൽ നമുക്കറിയാം 10, 20, 30, 40, 50 എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അവസാന അക്കം 0. അവസാന അക്കം 0 ആണെങ്കിൽ നമുക്ക് 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഇപ്പം 0ത്തിൽ അവസാനിക്കുന്ന ഏത് സംഖ്യ എടുത്താലും നമുക്ക് 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. 0 അല്ലെങ്കിൽ 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യ എടുത്താലും നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തായി നമുക്ക് 6ൻ്റെ നിശേഷ ഹരണം എങ്ങനെയെന്ന് നോക്കാം. 6 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണോ ഭാജ്യസംഖ്യയാണോ എന്ന് ചോദിച്ചാൽ ഭാജ്യസംഖ്യ നമുക്കറിയാം അല്ലേ. 6 എന്ന് പറയുന്ന ഒരു ഭാജ്യസംഖ്യ. ഇതിനു മുമ്പ് നമ്മൾ ഭാജ്യമായ സംഖ്യകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഗുണം 3 പറഞ്ഞ് എഴുതാം അല്ലേ, ശരിയല്ലേ? 6 എന്ന് പറഞ്ഞാൽ 2 ഗുണം 3 പറഞ്ഞ് എഴുതാം. ഇത് രണ്ടും എന്താണ്? 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനമാണല്ലേ. അപ്പോൾ ഏതൊരു ഭാജ്യസംഖ്യയും 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഏതൊരു ഭാജ്യസംഖ്യയും നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഗുണനമായിട്ട് എഴുതാൻ പറ്റും. അത് മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഇവിടെ വരുവാണെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. നമുക്ക് 2ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി റൂൾ അറിയാം. 2ൻ്റെ എന്താണ്? അവസാന അക്കം 0 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ, അതായത് എല്ലാ ഇവൺ നമ്പേഴ്സ്. 3യോ സം ഓഫ് ഡിജിറ്റ്സ്, 3ൻ്റെ ഗുണിതമായിട്ട് കിട്ടിയാൽ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 6 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കണമെങ്കിൽ ഒരേ സമയം 2 കൊണ്ടും 3 കൊണ്ടും നമുക്ക് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഉദാഹരണം, നമ്മൾ 126 എടുത്തു. അവസാനത്തെ അക്കം 6 ആണ്, 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അക്കങ്ങളുടെ തുക എടുത്താലോ? അക്കങ്ങളുടെ തുക എടുത്താൽ 1ഉം 2ഉം കൂടി കൂട്ടിയാൽ 3, 3ഉം 6ഉം 9. 9 എന്ന് പറയുന്നത് 3ൻ്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് ഇത് 6 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. കാരണം 2 കൊണ്ടും 3 കൊണ്ടും ഒരേ സമയം ഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പം ചെക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യ എടുക്കുന്നു. ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് ഇരട്ട സംഖ്യയാണോ അല്ലയോ. ഇരട്ട സംഖ്യയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി കേട്ടോ. കാരണം 2ൻ്റെ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ 126 ഇരട്ട സംഖ്യയാണ്. അവസാന അക്കം ഈവനാണ്, 2ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 2 കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. അടുത്തത് 3 കൊണ്ട് ചെക്ക് ചെയ്യണം. എങ്ങനെയാ? സം ഓഫ് ഡിജിറ്റ്സ്. അക്കങ്ങളുടെ തുക. ഇവിടെ അക്കങ്ങളുടെ തുക എടുത്തപ്പോൾ അതും 3 കൊണ്ട് പറ്റുന്നതാണ്. ഇപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും പറ്റുന്ന ഏതും നമുക്ക് 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കാൻ പറ്റും. 2 കൊണ്ടും 3 കൊണ്ടും ഈ 2 സംഖ്യ കൊണ്ടും നമുക്ക് ഒരേ സമയം ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. എങ്കിൽ 6 കൊണ്ടും നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഡിവിസിബിലിറ്റി റൂൾസിൽ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് 2, 4, 8, 3, 9, 6 ഈ സംഖ്യകളുടെയൊക്കെ ഡിവിസിബിലിറ്റി റൂൾസാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. 16 കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 2 നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ഡിജിറ്റ്, അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് അക്കം, അവസാന അക്കം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ. 4ലേക്ക് വരുമ്പോഴോ അവസാനത്തെ 2 അക്കം, ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, അത് രണ്ടും 0s ആയിരിക്കണം. 0 0 അവസാനിക്കണം.
അല്ലെങ്കിൽ ആ 2 അക്കങ്ങൾ 4ന്റെ മൾട്ടിപ്പിൾ ആയാലും മതി. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും നമുക്ക് ആ ഒരു സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാം. അടുത്ത 8ന്റെ വരുമ്പോൾ അവസാനത്തെ 3 അക്കം, ലാസ്റ്റ് 3 ഡിജിറ്റ്സ്, അതെല്ലാം എന്തായിരിക്കണം? ഒന്നെങ്കിൽ 0 0 0, 3ഉം 0യിൽ അവസാനിക്കണം. 3 0യിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയും, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ, മൾട്ടിപ്പിൾ ഓഫ് 8 ആണെങ്കിൽ, നമുക്ക് ഏത് വലിയ സംഖ്യ വന്നിട്ടുണ്ടെങ്കിലും അത് 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ 2ഉം 4ഉം 8ഉം നമ്മൾ ചേർന്നാണ് കണ്ടത്. 16ഉം കണ്ടിരുന്നു. 16 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവസാന 4 അക്കം, ലാസ്റ്റ് 4 ഡിജിറ്റ്സ് എന്തായിരിക്കണം? 4ഉം 0s വരണം. 0 0 0 0. അല്ലെങ്കിൽ ഈ അവസാന 4 അക്കം 16 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. എങ്കിൽ ഏത് വലിയ സംഖ്യ എന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 16 കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത് നമുക്ക് 3ഉം 9 നോക്കാം. 2ന് നമ്മൾ ചെയ്യേണ്ടത് സം ഓഫ് ഡിജിറ്റ്സ് ആണ്. സം ഓഫ് ഡിജിറ്റ്സ്, അതായത് അക്കങ്ങളുടെ തുക എടുക്കണം. അക്കങ്ങളുടെ തുക എടുത്തു കഴിഞ്ഞാൽ 3ൻ്റെ ആണെങ്കിൽ ആ തുക കിട്ടുന്നത് നമുക്ക് 3ൻ്റെ ഗുണിതമാണെങ്കിൽ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേസമയം 9 ചെക്ക് ചെയ്യണമെങ്കിൽ അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതമാണെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ടത് 6 ആണ്. 2 ഗുണം 3 എന്ന് പറഞ്ഞ് എഴുതാമെന്ന് കണ്ടു. 2 × 3. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? 2ൻ്റെ ഡിവിസിബിലിറ്റിയും 3ൻ്റെ ഡിവിസിബിലിറ്റിയും ഒരേ സമയം നമുക്ക് വർക്ക് ആവണം. ഒരു വലിയ നമ്പർ തന്നു, ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് 2ൻ്റെ ഡിവിസിബിലിറ്റി, അതായത് അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവൻ നമ്പറാണോ ചെക്ക് ചെയ്യണം. ഇവൻ നമ്പർ ആണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് 3ൻ്റെ ഡിവിസിബിലിറ്റി, അതായത് സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക കണ്ടെത്തുക. അത് 3ൻ്റെ ഗുണിതമാണെങ്കിൽ 2 കൊണ്ട് 3 കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 6 കൊണ്ട് ആ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റും. ഇത്രയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് കാണാനുള്ളത്, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 1 മുതൽ 11 വരെയുള്ളതാണ് ആദ്യമേ കാണുന്നത്. ഇനി നമുക്ക് 7ഉം 11ഉം കൂടിയേ കാണാവുള്ളൂ. നമുക്ക് അടുത്തായിട്ട് കാണാൻ പോകുന്നത് 7ൻ്റെയും 11ൻ്റെയും ആയിരിക്കും. ഡിവിസിബിലിറ്റി റൂൾസിന്റെ ബേസിക് സെഷൻ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. 2 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ നിശേഷീകരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൽ 7 എന്ന് പറയുന്ന നമ്പറിനെ കണ്ടിട്ടില്ല, പിന്നെ 11ൻ്റെ കൂടി നമ്മൾ കാണുന്നുണ്ടാ. സോ ഇപ്പോൾ കണ്ട ആശയം ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബേസിക് ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യമേ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. സോ അതിനുവേണ്ടി 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ നോട്ട് ചെയ്തോളൂ. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യത്തെ പ്രൈം നമ്പർ ഏതാ? എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ, 2 അല്ലേ? സോ 2 ആണ് ഏറ്റവും ആദ്യത്തെ പ്രൈം നമ്പർ, പിന്നെ 3 ഉണ്ട്, പിന്നെയുള്ള 5 ആണ്, പിന്നെ 7 ആണ്. 10-നകത്ത് ഇത് 4 ഉള്ളത്. തൽക്കാലം ഇത് 4 ഇപ്പോൾ ഓർത്തിരിക്കുക, അറിഞ്ഞു വെക്കുക. പ്രൈം നമ്പേഴ്സിന്റെ ഡീറ്റെയിൽ സെഷൻ പിന്നീട് വരുന്നുണ്ട്. ഡിവിസിബിലിറ്റി റൂൾസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് കാണുന്നുണ്ടാവും. ഓരോ റേഞ്ചിൽ എത്രയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. സോ എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസിൽ ഒരു നമ്പർ കണ്ടിരുന്നു 6 അല്ലേ? 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു? സാധാരണഗതിയിൽ നമുക്ക് 6 കൊണ്ട് ഹരിച്ചു നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 6നെ 2 × 3 എന്ന് പറഞ്ഞ് എഴുതി, ശരിയല്ലേ? ഈ 2 നമ്പേഴ്സ് വെച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? 2ഉം 3ഉം അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളാണ്. 2ഉം 3ഉം അഭാജ്യ സംഖ്യകളാണ്, ശരിയല്ലേ? അഭാജ്യ സംഖ്യകളല്ലേ? കൂടാതെ 2ഉം 3ഉം മറ്റൊരു ചെറിയ ആശയം നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച് പറയാൻ പറ്റും, കോപ്രൈം ആണ്. 2ഉം 3ഉം കോപ്രൈം നമ്പേഴ്സ് അല്ലേ? സോ അഭാജ്യ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഏതൊരു ഭാജ്യസംഖ്യയും എഴുതാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇതിൽ നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ഭാജ്യസംഖ്യ, ഒരു കോമ്പോസിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ, ഭാജ്യസംഖ്യ ഉണ്ടെങ്കിൽ, ആ ഭാജ്യസംഖ്യ നമുക്ക് അഭാജ്യസംഖ്യ പ്രൈം നമ്പേഴ്സിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അതായത് പ്രൈം നമ്പേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പ്രൈം നമ്പേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് പ്രൈം ഫാക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഘടകങ്ങളാണെന്ന് പറയാൻ പറ്റും അല്ലേ? സോ ആറിന്റെ പ്രൈം ഘടകങ്ങളാണ് 2ഉം 3ഉം, അഭാജ്യ ഘടകങ്ങൾ. അവർ കോപ്രൈമാണ്. ഇനി ആറിനെ നമുക്ക് 1 × 6 എന്ന് എഴുതിയിരുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ കോപ്രൈം ആണെന്ന് പറയുന്നത് അല്ലെ? 1ഉം 6ഉം കോപ്രൈമാണ്. പക്ഷേ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസിൽ വേണ്ടത് കോപ്രൈം ആയിട്ടുള്ള നമ്പർ, ഈ ഭാജ്യസംഖ്യകൾ വരുന്ന കേസിൽ കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം. കൂടാണ്ട് അവർ അഭാജ്യ സംഖ്യയുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്തതിന് ശേഷമായിരിക്കും ആ കോപ്രൈമിലേക്ക് പോകുന്നത്. അഭാജ്യ സംഖ്യയുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്തതിനു ശേഷം.
അത് മനസ്സിലാവണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ 10 എന്ന് പറയുന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി റൂൾ കണ്ടിരുന്നില്ലേ? ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താണ്? അവസാനം 0 വരുന്ന നമ്പേഴ്സ് നോക്കിയാൽ മതി. ഇനി 10നെ ഇതുപോലെ പ്രൈം നമ്പേഴ്സിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഫാക്ടറൈസേഷന്റെ ബേസിക് ഒന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു രീതിയുണ്ട്. ഒരു പക്ഷെ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ 10നെ നമുക്ക് പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 കിട്ടിച്ചില്ലേ? 5 ഒരു പ്രൈം നമ്പർ അല്ലേ? 5നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇവിടെ വെച്ച് നിർത്തുക. സോ ഇപ്പൊ 2 into 5 അല്ലെങ്കിൽ 5 into 2 എങ്ങനെ വേണമെങ്കിൽ കണ്ടോ? 2 into 5 നമ്മൾ എഴുതി, ശരിയാണല്ലോ? സോ 10 എന്ന് പറഞ്ഞാൽ 2 into 5 ആണ്. 10നെ നമുക്ക് 1 into 10 എന്നൊക്കെ പറഞ്ഞ് എഴുതാം. പക്ഷെ 2 into 5 എന്ന് കാണാൻ കാര്യം എന്താ? അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റി. അഭാജ്യ സംഖ്യകളുടെ ടേംസിൽ, അഭാജ്യ ഘടകങ്ങളുടെ ടേംസിൽ എഴുതാൻ സാധിച്ചു. 2 into 5. ഇതിൽ നിന്നാണ് 10ന്റെ ഡിവിസിബിലിറ്റി റൂളും വന്നിരിക്കുന്നത്. സോ 5 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അവസാനം 0 അല്ലെങ്കിൽ 5 വേണമെന്നറിയാം അല്ലെ? അവസാനത്തെ അക്കം. 2 കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഇരട്ട സംഖ്യ ആയിരിക്കണം. വെച്ചാൽ അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 2, 4, 6, 8 ഏതെങ്കിലും പറഞ്ഞു. സോ ഇവിടെ നോക്കിയാൽ അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 2, 4, 6, 8 ഇത് വരത്തില്ലല്ലോ. സോ 2 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിലേ 10 കൊണ്ട് ഹരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമുക്ക് അവസാനം 0 മാത്രം വന്നാലേ 10 കൊണ്ട് ഹരിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാവുന്നത്. സോ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ആശയം ഇത്രേ ഉള്ളൂ. ഓർത്തിരിക്കേണ്ട ഒന്ന്, ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എഴുതാൻ പറ്റും. സംശയം വേണ്ടി വേറെ നോക്കും. 8നെ നമ്മൾ 2 into 2 into 2 എന്ന് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്താൽ വരുന്നത്. ഈ 3 വട്ടം ഗുണിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് 2 ക്യൂബ് എന്ന് പറഞ്ഞ എഴുതി അവസാനം 3 അക്കം എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്ത് 4നെ 2 സ്ക്വയർ എന്ന് പറഞ്ഞു കണ്ടു. ശരിയല്ലേ? സോ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസിൽ ഭാജ്യസംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കേസുകൾ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടി കാണിക്കാം. 20 കൊണ്ട് 20ന്റെ നിശേഷ ഹരണം നോക്കണം. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും 20ന്റെ കണ്ടുപിടിക്കാനായിട്ട്. അവസാനം 0 വരണമെന്ന് ഉറപ്പാണ്. പക്ഷെ അതല്ലാണ്ട് നമുക്ക് ഈ പ്രൈം നമ്പേഴ്സിന്റെ രീതിയിൽ എഴുതുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ 20നെ നമുക്ക് ഏറ്റവും ആദ്യം 2 കൊണ്ട് ഹരിക്കാമെന്ന് അറിയാലോ. 2ലെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 10 കിട്ടും. 10നെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. സോ 5 ഒരു അഭാജ്യമാണ്. അവിടെ വെച്ച് നമുക്ക് നിർത്താം. സോ ഇതിനെ 2 into 2 into 5 എന്ന് എഴുതാം. ശരിയല്ലേ? 2 into 2 into 5. ഇപ്പൊ നോക്കിയാൽ അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാത്രമല്ല കിടക്കുന്നത്. ശരിയല്ലേ? അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രം. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2 വട്ടമുണ്ട് 2 square into 5 എന്ന് കണ്ടാലും തെറ്റില്ല. സോ 20യെ നമ്മൾ അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതിയാൽ ഇങ്ങനെ കാണും, 2 square into 5. ഇനി ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഈ 2 സ്ക്വയറും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ? 4 കൊണ്ടും 5 കൊണ്ടും ഒരേ സമയം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ അതിനെ 20 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന മനസ്സിലാക്കണ്ടേ. ഈ 4ഉം 5ഉം കോപ്രൈം നമ്പേഴ്സ് അല്ലേ? സോ അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് കോപ്രൈം ജോഡികളാക്കി മൾട്ടിപ്ലിക്കേഷനിൽ എഴുതാൻ സാധിക്കണമെങ്കിൽ, ഡിവിസിബിലിറ്റി റൂൾസ് അപ്ലൈ ചെയ്യാൻ കോപ്രൈം ജോഡികളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവയെ അഭാജ്യ സംഖ്യയുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. പ്രൈം ഫാക്ടേഴ്സിന്റെ രീതി, പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ബേസിക് രീതി ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഡിവിസിബിലിറ്റി റൂൾസിൽ കുറച്ച് ആശയങ്ങളെ വരുള്ളൂ. എന്തായാലും പ്രൈം ഫാക്ടറൈസേഷൻ രീതി നമുക്ക് LCM-ൽ ആവശ്യം വരും. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടാവും. ഇപ്പൊ ഈ ഒരു സാധനമാണ് ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു സാധനം പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നമ്മൾ പറഞ്ഞു. ഏതൊരു കോമ്പോസിറ്റ് നമ്പർ ഭാജ്യ സംഖ്യയും നമുക്ക് അഭാജ്യ സംഖ്യയുടെ ടേംസിൽ എഴുതാൻ സാധിക്കും. അഭാജ്യ സംഖ്യയുടെ ടേംസിൽ എഴുതാൻ സാധിക്കും. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇതിന്റെ കണക്ടിവിറ്റി എന്താണെന്ന് ഇപ്പൊ ഡിവിസിബിലിറ്റി റൂൾസുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യമോളജിയും ആ സമയത്ത് മനസ്സിലാവുണ്ടാവും. എന്തിനാണ് ഇത്രയും നമ്മൾ സംസാരിച്ചത്. ഇനി പ്രൈം നമ്പേഴ്സിന് ശേഷം ഡിവിസിബിലിറ്റി റൂൾസ് എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും വരുന്നുണ്ടാവും. സോ ആ സമയത്ത് രസകരമായ ആശയങ്ങൾ പ്രൈം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കുക. എന്നിട്ടും സംശയമുണ്ടെങ്കിൽ ചോദിച്ചുള്ള അടുത്ത വരുന്ന സെഷൻസ് ഉണ്ട് ഡിവിസിബിലിറ്റി റൂൾസിന്റെ. അതും കണ്ടതിന് ശേഷം ഇതൊന്നുകൂടി കണ്ടു നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. അതിനുശേഷം പിന്നെ ഇതിന്റെ ഹയർ ലെവൽ ആശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ടോപ്പിക്സിൽ വരുന്നുണ്ടാവും. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം. സോ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം മാത്രം ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് നമുക്ക് അഭാജ്യ സംഖ്യയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അഭാജ്യ ഘടകങ്ങളായിട്ട് എഴുതാൻ സാധിക്കും.